സച്ചിയുടെ അമ്മയുടെ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അർച്ചന ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എല്ലാ സത്യവും സച്ചിയോട് പറയാനുള്ള തീരുമാനം എനിക്ക് എടുക്കേണ്ടി വരും. എടുത്തു ചാടി അങ്ങനെയൊന്നും ചെയ്യല്ലേ. അർച്ചനയുടെ ഒരു പ്രാർത്ഥന ഇനി ദൈവം കേൾക്കില്ല. ഇന്നത്തോടെ എല്ലാം തീർന്നേനെ. ആരതി എന്തൊക്കെയാ പറയുന്നേ? ഇന്ന് എന്താ ഉണ്ടായെന്നറിയാവോ? അച്ഛമോള് 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 ഇവിടെയുണ്ട്. ഈശ്വര, അമ്മയ്ക്കിപ്പൊ അർച്ചനയെ മാത്രമേ ഓർമ്മയുള്ളൂ, വേറെ ആരെയും ഓർമ്മയില്ല. അർച്ചനയുടെ പേര് വിളിച്ചോണ്ട് അർച്ചനയെ അന്വേഷിച്ച ഇന്നിവിടുന്ന് ഇറങ്ങിപ്പോയത് അമ്മ. ഇന്ന് വല്ല വണ്ടി ഇടിച്ച് അമ്മ മരിച്ചിരുന്നെങ്കിലോ അമ്മയുടെ ശവം കാണാൻ അർച്ചനയ്ക്ക് വരേണ്ടി വന്നേനെ. ആരതി, ദേവി ഇതങ്ങനെയൊന്നും പറയല്ലേ. ഇത് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല അർച്ചന. ഇനിയും സത്യം മറച്ചു വെച്ച് അവിടെ നിൽക്കാനാ അർച്ചനയുടെ തീരുമാനമെങ്കിൽ എല്ലാവരുടെയും ജീവിതം കൈവിട്ടു പോവും. എന്റെ കുഞ്ഞി അവസ്ഥയെ കിടക്കുമ്പോ ഞാൻ എന്ത് വേണമെന്ന് ആരതി പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, അർച്ചന എത്രയും പെട്ടെന്ന് സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അത് ഇന്നാണെങ്കിൽ ഇന്ന്, നാളെ ആണെങ്കിൽ നാളെ. അതിനപ്പുറത്തേക്ക് ഇനി നീട്ടിവെക്കാൻ പറ്റില്ല. അർച്ചന, ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. കള്ളക്കളിയോ? ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടും ഗൂഗിൾ സാറിനോട് അതെല്ലാം മറച്ചുവെച്ച് സാറിന്റെ ഭാര്യ ഇപ്പോഴും അവിടെ തുടരുന്നില്ലേ? അർച്ചന അതിന് മറ്റെന്ത് പേരിട്ട് വിളിക്കും? എനിക്കെന്തായാലും അതിനെ കള്ളക്കളിന്നേ പറയാൻ പറ്റൂ. അത് കള്ളക്കളിയല്ല ആരതി, എന്റെ നിസ്സഹായ അവസ്ഥയാ. എന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ ആരതിക്ക് അത് മനസ്സിലാവൂ. കോടതി മുറിയില് ഇതിനേക്കാൾ വലിയ ജീവിതാവസ്ഥകൾ കണ്ട് മനസ്സ് മരവിച്ചിട്ടുണ്ട് എനിക്ക്. അത്രത്തോളം വലിയ ജീവിതാവസ്ഥയൊന്നും അർച്ചനയുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല. എന്റെ നോട്ടത്തില് ഇതൊക്കെ അർച്ചനയ്ക്ക് തന്നെ പരിഹരിക്കാവുന്ന ഏറ്റവും നിസ്സാരമായ കാര്യമാണ്. അത് പരിഹരിക്കാനുള്ള മുൻകൈ അർച്ചന എടുത്തേ പറ്റൂ. ഈശ്വര, ഒരു വശത്ത് എന്റെ അമ്മ, മറുവശത്ത് എന്റെ മകളും. ഞാൻ എന്താ ചെയ്യാ? അർച്ചനയുടെ വിഷമത്തിനൊന്നും ഒരു വിലയും ഞാൻ കൽപ്പിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന സത്യം ഞാൻ സച്ചിയോട് തുറന്നു പറഞ്ഞ ആ നിമിഷം ഇതെല്ലാം അവസാനിക്കും. സർവ്വതും സച്ചി തകർക്കും. സച്ചിയുടെ അമ്മയുടെ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അർച്ചന ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എല്ലാ സത്യവും സച്ചിയോട് പറയാനുള്ള തീരുമാനം എനിക്ക് എടുക്കേണ്ടി വരും. എടുത്തു ചാടി അങ്ങനെയൊന്നും ചെയ്യല്ലേ. ആരതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈശ്വര, ആരതി സച്ചേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞ ആ നിമിഷം സച്ചേട്ടൻ ഇങ്ങ് പാഞ്ഞു വരും. പിന്നെ ഇവിടെ ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഗുഡ് ഈവനിങ് സർ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. കേസ് മറ്റന്നാളാണ് പരിഗണിക്കുന്നത്. മകൾ ആശുപത്രിയിലായത് കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ അന്ന് കോടതിയിലെത്താൻ സാധ്യതയില്ല. അല്ലെങ്കിൽ കോടതി കേസ് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. നമ്മുടെ വാദങ്ങൾ ശക്തമാക്കാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ഒക്കെ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ. അപ്പൊ സുഗതൻ മേനോനും കോടതിയിൽ വരാൻ സാധ്യതയില്ല അല്ലേ സർ? അവന്തിക വിശ്വസിക്കുന്നത് പോലെ അഡ്വക്കേറ്റ് ഗോകുൽ രാജിന് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കൈയുണ്ടെങ്കിൽ അയാൾ വന്നില്ലെങ്കിൽ സുഗതൻ മേനോനും വരില്ല. അയാളുടെ മകൾക്ക് സീരിയസാ, പിന്നെങ്ങനെ അയാൾക്ക് കോടതിയിൽ വരാൻ പറ്റും? അല്ല, ആ കാഞ്ചനയും അവരുടെ അമ്മയും നമ്മുടെ കയ്യിൽ ഇപ്പോഴും സേഫ് അല്ലേ? അതൊന്നും സാർ പേടിക്കണ്ട. ഈ കേസ് തീരുന്നത് വരെ അവർ പുറത്തിറങ്ങില്ല. ഇപ്പോഴും അവര് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. സാക്ഷി പറയാൻ അവരൊരിക്കലും കോടതിയിൽ എത്തില്ല. ആ, പിന്നെ ഒന്നും പേടിക്കാനില്ല. നമ്മൾ ഈ കേസ് ജയിക്കും.
ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ആ സാറിന്റെ കയ്യിലാണ് എന്റെ രക്ഷ. പൂർണ്ണമായിട്ട് ഞാൻ സാറിനെ വിശ്വസിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നാൽ ഈ കേസിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. അവന്തിക വളരെ നിസ്സാരമായി ഈ കേസിൽ നിന്ന് ഊരി പോരുകയും ചെയ്യും. ശരി, ഞാൻ വിളിക്കാം. ഉം. മോളെ, എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ. സത്യം പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാം. സത്യം പറഞ്ഞ അവര് നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് ആവശ്യം സുഗതൻ മേനോനാണ്. അയാളെ കുറിച്ചുള്ള രഹസ്യം അറിയുന്ന നിമിഷം അവർ നമ്മളെ കൊല്ലും. എന്താടി, ഞാൻ ഇത്തിരി കടുപ്പിച്ചപ്പോഴേക്കും അമ്മയും മോളും വല്ലാതെ അങ്ങ് തളർന്നു പോയോ? മൂർത്തി, അഴിച്ചുവിട്. ശരി മാഡം. സന്ദീപേ. അയ്യോ, അമ്മായി കരയുവാണോ? എന്താ അമ്മായി ഇത്? അമ്മായി പേടിക്കണ്ട, അമ്മായിയെ ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും പണ്ടെനിക്ക് ഒരുപാട് വെച്ചു വിളമ്പി തന്ന ആളല്ലേ. ആ സ്നേഹം എനിക്ക് അമ്മായിയുടെ എപ്പോഴും ഉണ്ടാവും. ഓ, സ്നേഹം? സ്വന്തം അമ്മാവനെ കൊന്ന നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമോ? നിങ്ങൾക്ക് ഈ ലോകത്ത് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ജന്മം തന്ന അച്ഛനെയോ അമ്മയോ കൂടെ പറപ്പുകളെയോ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു മകളെ നിങ്ങൾ വളർത്തുന്നുണ്ടല്ലോ, നിങ്ങളുടെ ദത്തുപുത്രി. ആ കുഞ്ഞിനോട് പോലും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം വെറും അഭിനയല്ലേ? നോക്കിക്കോ, ആ കുഞ്ഞു പോലും നിങ്ങൾ ഒരു ദിവസം തള്ളി പറയും, നിങ്ങളെ വെറുക്കും. എന്തു പറഞ്ഞടി മൂർത്തി? ഇവിടെ തല്ലിക്കൊല്ല്. മൂർത്തി, സത്യം പറയടി, ആരായി സുഗതൻ മേനോൻ?